ആ മാളിക മുറിയിൽ ഭയമില്ല. ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം കാണുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, യേശു ഉള്ളിടത്ത് സമാധാനമുണ്ട്. യെസ്, for he is the fountain of peace, for he is the prince of peace. ജീവിതത്തിൽ സമാധാനമില്ലയോ? ഞാൻ പറയാൻ കാരണം യേശു ഇല്ലാത്തതാണ്. ശിഷ്യന്മാർ യേശുവിനോടൊപ്പം ചേർന്നിരുന്നു. പക്ഷെ 14-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: എഴുന്നേൽപ്പി, നാം പോവുക. ഈ ആരാധനയുടെ നടുവിൽ, ഈ യൂത്ത് മീറ്റിംഗിൽ ദൈവത്തിന്റെ ആത്മാവ് മോനെ യോഹന്നാൻ 14:31 ശിഷ്യന്മാരോട് പറഞ്ഞ അതേ വാക്കുകൾ നമ്മളോടും പറയുന്നു. റൈസ്, ലെറ്റ്സ് ഗോ ഫ്രം ഹിയർ. എഴുന്നേൽക്കുക. എഴുന്നേക്കാൻ പറ്റാത്തതിന്റെ 2-3 കാരണങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. ഒന്ന്, ഭയം വന്നാൽ എഴുന്നേൽക്കാൻ പറ്റില്ല. ഒന്ന്, when there is fear around, it's not possible to get up. You will try to hide, right? Yes. പേടി വരുമ്പോഴാണ് നമ്മൾ ഒളിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഭയം വന്നു കൂടിയ ഒരു യാത്ര. പക്ഷെ കർത്താവ് ആ യാത്രയുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. അനാദികാലം മുമ്പേ നിന്നെ കണ്ട ദൈവത്തെയാ നീ സേവിക്കുന്നത്. പേര് ചൊല്ലി വിളിച്ച കർത്താവിനെയാ നാം ആരാധിക്കുന്നത്. എനിങ്ങനെ അത് ഹൃദയത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരുന്നുണ്ട്. കർത്താവ് ഭയങ്കര അഷുറൻസ് തന്നു. നമ്മൾ പലപ്പോഴും പ്ലാറ്റ്ഫോമിൽ നിന്ന് പാടും, സ്റ്റേജിൽ പാടും, ചർച്ചിൽ വരുമ്പോൾ കുഞ്ഞുങ്ങൾ പാടും. പക്ഷേ when you are all alone, do you have that assurance that he is with you and you are serving an awesome God? ഈ ദൈവം എൻ്റെ ദൈവം. ആ യാത്ര മുഴുവൻ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. യെസ് യെസ് യെസ്. ഇന്ന് ഈ യൂത്ത് മീറ്റിംഗിൽ നമ്മൾ അതൊന്ന് പറയാൻ പോവുകയാണ്. With full conviction, deep within our heart, we are going to say that this is my God. Hallelujah. ഈ ദൈവം എൻ്റെ ദൈവം. ഞങ്ങളോട് ഒരുമിച്ച് ചേർന്നത് പറയുമോ? It's a simple song. It's more like an anthem of praise. It's more like a declaration of our faith. ഇനി എന്നും എൻ്റെ ധൈര്യം ഈ ദൈവമാണ്. എൻ്റെ ധൈര്യം. Yes, we are going to proclaim it together. I hope you will enjoy this song too. Let's go. ഈ ദൈവം എൻ്റെ ദൈവം, ഇനി എന്നും എൻ്റെ ധൈര്യം.